ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനത്തിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. അതായത് സിവിൽ സർവീസിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്? ഇങ്ങനെയാണ്: ABC പ്രസ്താവനകൾ മാത്രം ശരിയാണ്, ACD എന്നീ പ്രസ്താവനകൾ ശരിയാണ്, AC എന്നീ പ്രസ്താവനകൾ ശരിയാണ്, അതേപോലെ ABD എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതിൽ ഓപ്ഷൻ A ആണ് ആൻസർ. ABC പ്രസ്താവനകൾ എന്താണ്? അത് മാത്രമാണ് ശരി. അതായത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അതേപോലെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, അല്ലേ? IPSകാരെയും IASകാരെയൊക്കെ കേരളത്തിൽ നിയമിക്കുന്നില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഇത് മൂന്നും എന്താണ്? ശരിയായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യമാണ്: സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏതാണെന്നാണ്, ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം കേട്ടോ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 311 കേട്ടോ. ആർട്ടിക്കിൾ 311 ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചേക്കുന്നത്. ആർട്ടിക്കിൾ 311 ഓപ്ഷൻ B ആണ് ആൻസർ. അടുത്ത ചോദ്യം: ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണെന്നാണ്. ഓപ്ഷൻ ഉദ്യോഗസ്ഥ വൃന്ദം, മന്ത്രിസഭ, കോടതികൾ, പഞ്ചായത്ത്. ഏതാണ്? ഓപ്ഷൻ A ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം മുഖേനയാണ്, അല്ലേ? ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഓപ്ഷൻ A ആണ് ആൻസർ. അടുത്തത്: താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ട്രഷറി സർവീസ്, കേരള റവന്യൂ സർവീസ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്. ഏതാണ്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസാണ്. ഓപ്ഷൻ A ആണ് ആൻസർ. അടുത്ത ചോദ്യം: അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ B ആണ്. ഇന്ത്യൻ പാർലമെൻ്റ് ആണ് കേട്ടോ. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻ്റ് ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. രാഷ്ട്രപതിയും ഭരണഘടനയൊക്കെ കൊടുത്തിട്ടുണ്ട്, UPSC കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻ്റാണ് അത് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം: ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണ ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 323A ആണ്. ആർട്ടിക്കിൾ 323A ആണ് കേട്ടോ. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 323A ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്: കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച 2018 കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ച വർഷം എന്ന 2018 ആൻസർ. അടുത്ത 8ാമത്തെ ചോദ്യം: കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം ഏതാണ്? ഓപ്ഷൻ D ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഒന്നും വിട്ട് മുൻവർഷത്തിൽ ചോദിക്കാത്തതല്ല പറയുന്നത്. മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അടുത്തത്: സ്പാർക്ക് എന്നതിനെ വിപുലീകരിക്കുക കേട്ടോ. സ്പാർക്ക് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് രജിസ്ട്രേഷൻ ഫോർ കേരള, ദ സർവൈലൻസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള, ദ സർവീസ് ആൻഡ് പേറോൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് റിപ്പോസിറ്ററി ഫോർ കേരള,
ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഇത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ദി സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഇതാണ് സ്പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനവും ശമ്പളവും അതേപോലെ തന്നെ പെൻഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർട്ടലാണ് എന്നുള്ള സ്പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്പാർക്ക് എന്താണ്, അതിന് മീനിങ് എന്താണ്? ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഇതാണ് അതിൻ്റെ അബ്രിവേഷൻ. അടുത്തത്, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC കേട്ടോ. UPSC ആണ്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണെന്ന് ഓർത്തിരിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്